ഹായ് ഹലോ. ഇത് ഞാൻ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കെട്ടിയോ. പിന്നെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടൻ സ്ട്രീറ്റിലേക്കാട്ടോ. ലണ്ടൻ സ്ട്രീറ്റ് എന്ന് വിചാരിക്കും നിങ്ങൾ വിചാരിക്കും വലിയ സാധനമാണ്. പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാട്ടോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പോൾ എനിക്ക് അധികം അങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കെട്ടിയോനോടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാട്ടോ പുറത്ത് പോകാനൊക്കെ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ചെറിയ ടൗണിലേക്കായിരുന്നു പോയത്. ആദ്യമായിട്ടാണ് ഇപ്പോൾ ലണ്ടൻ സ്ട്രീറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പം ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കാണാമല്ലോ. അപ്പോൾ കുറേ കാലമായി വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നു. അപ്പോൾ എൻ്റെ കെട്ടിയും ഭയങ്കര മോട്ടിവേഷൻ. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് എടുത്ത് കളഞ്ഞേക്കാമെന്ന്. നിങ്ങളീ കാണുന്ന സ്ട്രീറ്റാട്ടോ. ഞാൻ വിചാരിക്കുമായിരുന്നു ഈ ബിൽഡിങ്ങൊക്കെ എത്ര കാലം വലിയ ബിൽഡിങ്ങാണ്, ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള സാധനങ്ങളാണ്, ഇതൊക്കെ ആരാ ബിൽഡ് ചെയ്തതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നടക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഷോക്കായി കേട്ടോ. നമ്മൾ അവിടുന്ന് വന്നിട്ട് ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഷോക്കായിട്ടാണോ ഒരു അത്ഭുതമാണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇത് നമ്മൾ ഉത്സവത്തിനൊക്കെ കാണുന്ന സാധനമല്ലേ. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയിട്ടോ. ഞാൻ ഉണ്ണിയുടെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ഇത് പിന്നെ വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ. പിന്നെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ അത്ര അറിയൊന്നുമില്ല കേട്ടോ, നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ചൈന ടൗൺ ആട്ടോ, ലണ്ടനിലുള്ളത്. ഞാൻ ചൈന ടൗൺ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ സാധനം ലണ്ടനിലുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. എന്തായാലും അവിടെ വരെ വന്നതല്ലേ, എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ചാൽ ഞങ്ങളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. അവിടുത്തെ ഫുഡ് ആവറേജ് ആയിരുന്നു കേട്ടോ, അത്ര എക്സ്പെക്റ്റേഷൻ അത്ര വന്നില്ല. പിന്നെന്താ, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടന്നുള്ളൂ. അപ്പോൾ തന്നെ രാത്രി ആയിരുന്നു. പിന്നെ ആൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ആൾ നല്ലോണം ടയേർഡായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത്തേക്ക് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാമെന്ന്. ഇനി സമയങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ പോയൊന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള മൂഡിലായി രണ്ടാളും. അപ്പോൾ ഇതാട്ടോ എൻ്റെ ചെറിയ വീഡിയോ.